ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് നമുക്ക് എത്ര നല്ലവനായിരുന്നു എന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങൾ കൊണ്ട് നമുക്കറിയാം. നമ്മെ ഇത്രത്തോളം കർത്താവ് ജയത്തോടെ നടത്തിയതിന് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നാം തുടർച്ചയായി സങ്കീർത്തനങ്ങളാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ധ്യാനിക്കുന്നത് 5-ാമത്തെ സങ്കീർത്തനമാണ്. സ്തോത്രം. 5-ാമത്തെ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. സ്തോത്രം. നീതിമാനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ദാവീദിന് ധൈര്യമായിട്ട് പറയുവാൻ സാധിക്കും. തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളും വിടുതലുകളും അനുഗ്രഹങ്ങളും അത്രയ്ക്കുണ്ട്. സ്തോത്രം. സിംഹത്തിൽ നിന്നും കരടിയിൽ നിന്നും പരിച കൊണ്ട് മറച്ചതുപോലെ ദൈവം ദാവീദിനെ സൂക്ഷിച്ചു. അപ്പോൾ തന്നെ മല്ലനായ ഗോലിയാത്തിനെ ഒരു വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ദാവീദ് തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം തൻ്റെ മേൽ എത്ര ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. സ്തോത്രം. തൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ പ്രതിസന്ധി വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ദാവീദ് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നു, എനിക്ക് പ്രതിസന്ധി വരുമ്പോൾ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്ന് അഭയം പ്രാപിക്കും. ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിന്നിലുള്ള ഭക്തിയോടെ ആരാധിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. ദൈവം തൻ്റെ ഭക്തനെ ഭംഗിയായി വഴി നടത്തുമ്പോൾ തന്നെ പ്രതികൂലങ്ങളുടെ സമയത്ത് അവനെ സംരക്ഷിക്കുകയും ചെയ്യും. ഏതൊരു മനുഷ്യനും ഭക്തനായി നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം അവൻ്റെ ജീവിതത്തിൽ അവന് തുണയായി, അവന് സഹായമായി, അവനെ വിടുവിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. മനുഷ്യരൊക്കെ നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഓടി ഒളിക്കും, നമ്മളെ കണ്ടിട്ടില്ലാത്ത ഭാവം നടിക്കും. എന്നാൽ ദൈവം അങ്ങനെയല്ല. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നാം ദൈവത്തിൻ്റെ ഭക്തനായി ജീവിക്കുന്നത് കാരണം നമ്മെക്കുറിച്ച് ദൈവത്തിന് വളരെ വലിയ കരുതലുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിമിഷങ്ങളാണ് ആ പ്രത്യേകമായ സന്ദർഭങ്ങൾ. ഇതാ, ഒരു മനുഷ്യൻ പിന്നെയും പിന്നെയും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് കാരണം ഒരിക്കലും ദൈവം അവനെ കൈവിടുകയില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. സ്തോത്രം. ഏത് വിഷയങ്ങൾ വന്നാലും ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ നമുക്കൊരു ഇടമുണ്ടെന്നുള്ളത് നമുക്ക് വലിയ ധൈര്യം നൽകുന്ന കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് പറയുന്നു, നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പരിപാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ച് ആർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. സ്തോത്രം. അതെ, ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ നമ്മെ ദൈവം പരിപാലിക്കും. ദൈവം നമ്മെ പരിപാലിക്കുന്നതുകൊണ്ട് നാം ദൈവത്തോട് പിന്നെയും പിന്നെയും അടുത്തു ചെല്ലും. ദൈവത്തിൽ കൂടുതലായിട്ട് വിശ്വസിക്കും. ദൈവത്തിൽ നാം പൂർണ്ണമായിട്ടും ആശ്രയിക്കും. സ്തോത്രം. നമുക്ക് സ്വയമായിട്ട് ഈ ലോകത്തിൽ രക്ഷപ്പെടുവാൻ ബുദ്ധിമുട്ടാണ്. ദാവീദ് ഒരു കവണയും ഒരു കല്ലും കൊണ്ട് മല്ലനായ ഗോലിയാത്തിനെ ജയിച്ചുവെന്ന് പറയുന്നത് തന്നെ ഒരു വളരെ വലിയ അതിശയമല്ലേ? യുദ്ധസന്നദ്ധരായ
ആയിരക്കണക്കിന് പടയാളികളുടെ മുൻപിൽ വെറും ഒരു കവണയും ഒരു കല്ലും കൊണ്ട് ഒരു മല്ലനെ കൊന്ന് ഇസ്രായേലിനുണ്ടാകാമായിരുന്ന വലിയ അപമാനത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിഞ്ഞത് ദാവീദിൻ്റെ സ്വന്തം കഴിവുകൊണ്ടും മിടുക്കുകൊണ്ടുമല്ല, ദൈവത്തിൻ്റെ അഭിഷേകവും കൃപയും തന്നെ മേലുണ്ടായിരുന്നതുകൊണ്ടാണ്. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിച്ചാൽ ഇതുപോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ, വെല്ലുവിളികൾ ഉയർന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ആ ഘട്ടത്തെ അതിജീവിക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഭക്തന്മാർ പറയുന്നത് അതുകൊണ്ടാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു. അത് ഒരു വലിയ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് സഹായം ലഭിക്കത്തില്ലായിരുന്നുവെങ്കിൽ പിന്നെ ആരും ഭക്തന്മാരായി ലോകത്തിൽ ജീവിക്കുകയില്ലായിരുന്നു. എന്നാൽ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ഈ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കാം. കാരണം തങ്കൽ ആശ്രയിക്കുന്നവരെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് പ്രതിസന്ധികൾ ഇല്ല എന്നല്ല, നമുക്കും പ്രതിസന്ധികളുണ്ട്. നാളെ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി വന്നേക്കാം. അപ്പോഴും ദൈവമക്കളായ നമ്മുടെ ഒരേ ഒരു ആശ്രയം നമ്മുടെ ദൈവം മാത്രമാണ്. മറ്റുള്ള അനേകർക്ക് ജീവിതം വലിയ ബുദ്ധിമുട്ടും ഭാരവുമായിട്ട് തോന്നുമ്പോൾ, വലിയ സമ്പന്നന്മാർ പോലും ലോകത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ, പ്രശ്നങ്ങളുണ്ടായിട്ടും ആ പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം തരണം ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ജീവനുള്ള ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവം പകരുന്ന ശക്തി ആമേൻ ഹല്ലേലൂയ ഓരോ പ്രിയപ്പെട്ടവർക്കും ആമേൻ ലഭിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ഭക്തനായി ജീവിച്ചാൽ മാത്രം മതി, ആ ദൈവത്തിൽ ശരണപ്പെട്ടാൽ മാത്രം മതി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നീതിമാനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ, പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് മറയ്ക്കുന്ന ഒരു ദൈവത്തെ ആമേൻ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ഹല്ലേലൂയ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ സേവിക്കാം. ഈ നല്ല ദൈവവചനങ്ങളാൽ ദാവീദിനെ കാത്തുപരിപാലിച്ച് ഉയർത്തിയ അനുഗ്രഹിച്ച ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്റ്ററുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരായ നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.